ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു പരിപ്പ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് ചപ്പാത്തിയുടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയുമൊക്കെ നല്ലൊരു കോമ്പിനേഷൻ കറിയാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ അരക്കപ്പ് തുവരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ മാത്രമേ വേണ്ടൂ, അതുകൊണ്ട് ഞാൻ അരക്കപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ വേവിച്ചെടുക്കുന്നത്. ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. പരിപ്പിൻ്റെ വേവിനനുസരിച്ച് ഇത് അത്രയും സമയം വേവിച്ചെടുക്കാം. ഞാനിവിടെ 6 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുന്നുണ്ട്. പരിപ്പ് വെന്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ അരച്ചെടുക്കാം. തേങ്ങ ചേർത്ത പരിപ്പ് കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം കൂടെ ഇട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിനെ ഞാനൊരു കുക്കറിൽ നിന്നും മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ തേങ്ങ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഞാനിത് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കട്ടിയുള്ള പരിപ്പ് കറി വേണമെന്നുണ്ടെങ്കിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് കറി ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. പരിപ്പ് കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ സ്റ്റൗവിൽ നിന്ന് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കണം. അതിനായിട്ടൊരു ചെറിയ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ചുവന്ന ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 5-10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ ഉള്ളി ഒന്ന് ചുവന്ന് വരുമ്പോൾ ഇതിനെ നമുക്ക് പരിപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി വേറൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.